ഇന്നലെ ബി ഹൗസിൽ നടന്ന ഒരു കൺഫഷനും ഒപ്പം രസകരമായ ഗെയിമിനെയും പറ്റിയുമാണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അനിമോൾ ഇന്നലത്തെ എപ്പിസോഡിൽ ആരോടും മിണ്ടാതെ മാറി നിൽക്കുകയും അടുക്കളയിൽ നെവിൻ കയറുകയും ചെയ്തു. പണിയെടുത്ത് അവസാനം നെവിനോട് മറ്റുള്ളവർ തന്നെ ചോദിക്കുന്നുണ്ട്, നിനക്കിതിൻ്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? ഒരു ആവേശത്തിന് കയറി ഏൽക്കുകയും ചെയ്ത് ഇപ്പം പെട്ടും പോയെന്നുള്ള അവസ്ഥയായി. പണിയെടുക്കുകയും വേണം. അപ്പം നെവിൻ പറയുന്നുണ്ട്, ഞാനിത് ഇഷ്ടപ്പെട്ടാണ് ചെയ്യുന്നതെന്നും അതോടൊപ്പം തന്നെ എനിക്ക് നല്ല വാശിയുണ്ടെന്നും. അതിനുശേഷം അവിടെ ഒരു ഗെയിം നടക്കുന്നുണ്ട്. ബി ഹൗസിനുള്ളിൽ പല ഭാഗങ്ങളിലായി കോയിൻസ് ഒളിപ്പിച്ച് വെക്കുന്നുണ്ട്. മത്സരാർത്ഥികൾ ബസർ സൗണ്ട് കേൾക്കുമ്പോൾ ഈ ഓരോ പോയിൻസും കളക്ട് ചെയ്ത് അവരുടെ കൈവശം വെക്കേണ്ടതാണ്. അതിൽ ചില കോയിൻസിനകത്ത് പോയിൻസ് ആയിരിക്കും, ചിലതിൽ പണികളുമുണ്ട്. ഇതായിരുന്നു ടാസ്ക്. ആദ്യ റൗണ്ട് കഴിഞ്ഞപ്പോഴേക്കും പോയിൻസ് കൗണ്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഈ കോയിൻസ് സ്ക്രാച്ച് ചെയ്തിട്ട് വേണം അതിനുള്ളിൽ പണിയാണോ പോയിൻസ് ആണോ എന്ന് കണ്ടുപിടിക്കാനായിട്ട്. ഓരോരുത്തരായി സ്ക്രാച്ച് ചെയ്ത് അവരുടെ പോയിൻസ് പറയാൻ തുടങ്ങി. ആദ്യം ആദിലയാണ് പറഞ്ഞത്. ആദിലയ്ക്ക് 4 കോയിൻസ് കിട്ടിയായിരുന്നു. അതിൽ 3 പോയിൻസ് ആയിരുന്നു. എന്നാൽ 4ാമത്തെ കോയിൻ എടുത്തപ്പോൾ ബേൺ ഇറ്റ് എന്നാണ് കിടന്നത്. അപ്പോൾ ബേൺ ദ കോയിൻ എന്ന് ഉള്ളത് കൊണ്ട് തന്നെ ആ പോയിൻസ് എല്ലാം നഷ്ടപ്പെടുകയാണ് ഉണ്ടായത്. അങ്ങനെ ഓരോരുത്തരും അവരുടെ പോയിൻസ് പറഞ്ഞു. അതിൽ ആര്യനോട് ചോദിച്ചപ്പോൾ ആര്യൻ ആദ്യം അവൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് കോയിൻസ് പോക്കറ്റിൽ ഒളിപ്പിച്ച് വെച്ചിട്ട് ബാക്കിയുള്ള കോയിൻസാണ് എണ്ണി പറഞ്ഞത്. അപ്പോൾ ബിഗ് ബോസ് എടുത്ത് ചോദിക്കുന്നുണ്ട്, ഇത്ര കോയിൻസേ നിൻ്റെ കയ്യിലുള്ളോ, ഇനി ഇല്ലേന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് അവൻ ബാക്കിയുള്ള കോയിൻസ് എടുക്കുന്നത്. അങ്ങനെ അപ്പോൾ ബാക്കിയുള്ളവർ പ്രശ്നം ഉണ്ടാക്കി, ഇതെന്തുകൊണ്ട് ഹൈഡ് ചെയ്ത് വെച്ചു എന്നുള്ളത്. അപ്പോൾ അവൻ പറഞ്ഞു, അത് യെല്ലോ കളറിൽ കുറച്ച് വലിയ കോയിൻസ് ആയതുകൊണ്ട് സെപ്പറേറ്റ് മാറ്റി വെച്ചതാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട്, അങ്ങനെ മാറ്റി വയ്ക്കാൻ പറ്റത്തില്ല, എല്ലാ കോയിൻസും എണ്ണി വേണം പറയാനായിട്ടെന്ന്. അപ്പോൾ അവൻ അതെടുത്ത് നോക്കുന്നു. അപ്പോൾ അതിലൊരു പണിയും ഉണ്ടായിരുന്നു, പോയിൻസും ഉണ്ടായിരുന്നു. 2 പണിയായിരുന്നു, 2 പോയിൻസ് ആയിരുന്നു. അതിൽ ഉരുളൻകിഴങ്ങ് കഴിക്കാൻ പാടില്ല, അതുപോലെ നോൺ വെജ് ഭക്ഷണങ്ങൾ കഴിക്കാൻ പാടില്ല. ഇതായിരുന്നു അവന് കിട്ടിയ 2 പണികൾ. അതുപോലെ 2 പോയിൻസും ഉണ്ടായിരുന്നു. ഇതിനെ ചോദ്യം ചെയ്ത് അവിടെ ഒരു വലിയൊരു പ്രശ്നം ഉണ്ടായി. അതായത് എന്തുകൊണ്ട് ആര്യൻ അത് ഒളിപ്പിച്ച് വെച്ചു, അങ്ങനെയാണെങ്കിൽ ഇത് ഒരിക്കലും കൗണ്ട് ചെയ്യാൻ പറ്റില്ല, ഈ പോയിൻസ് ഒരിക്കലും കൗണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അനീഷ് അവിടെ ഭയങ്കര രീതിയിൽ പ്രശ്നം ഉണ്ടായി. അപ്പോൾ ആദിലേക്ക് കിട്ടിയതിൽ ബേൺ ദ കോയിൻ എന്ന് പറഞ്ഞപ്പോൾ ആ പോയിൻസ് എല്ലാം റദ്ദാക്കപ്പെട്ടത് കൊണ്ടാണ് ആര്യൻ അത് ഒളിപ്പിച്ച് വെച്ചത്. ഇതിലും അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നൊക്കെ പറഞ്ഞ്, കാരണം അവളുടെ കയ്യിലിരുന്നതും മഞ്ഞ ഈ വലിയ കാർഡാണെന്നും പറഞ്ഞ് അവിടെ എല്ലാവരും നല്ല വിഷയം ഉണ്ടാക്കി. അടുത്ത റൗണ്ടിൽ അക്ബർ ഒരു കത്തി എടുത്തുകൊണ്ട് കോയിൻസ് കുത്തിയിടാൻ വേണ്ടിയിട്ട് നടന്നു പോകുന്നുണ്ട്. അപ്പം ബിഗ് ബോസ് പറയുന്നുണ്ട്, അക്ബറെ കത്തി താഴെ എന്ന്. അങ്ങനെ എല്ലാവരും ചിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് കോയിൻസ് എല്ലാം കൗണ്ട് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് ആര്യൻ തന്നെയാണ് ടോപ്പിൽ വരുന്നത്. അനീഷിന് കിട്ടുന്ന പണി എന്ന് പറയുന്നത് ഓരോ നേരവും 3 ആൾക്കാർക്ക് വീതം ഭക്ഷണം ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. ഷാനവാസിന് ഉപ്പിടാതെ ഭക്ഷണം കഴിക്കുക എന്നുള്ളതായിരുന്നു ടാസ്ക്. ഇതെല്ലാം കഴിഞ്ഞ് അക്ബറിനോട് ആദില വന്ന് പറയുന്നുണ്ട്, കൺഫഷൻ നടത്തുന്നുണ്ട്, പാവയുടെ കേസ് പറഞ്ഞിട്ട് അവളാണ് എടുത്തതെന്നും അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവർ തമ്മിൽ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അക്ബർ ഭയങ്കരമായിട്ട് ഇമോഷണലായി കരയുന്നുണ്ട്. കാരണം ഒരുപാട് അവോയ്ഡ് ചെയ്യുന്ന എനിക്ക് തോന്നുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിൽ പറഞ്ഞ സത്യമാണ്, അവർ ഒരുപാട് വട്ടം അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ആര്യനും നെവിനും ആദിലയും അക്ബറും കൂടി ഇരുന്ന് കുറേ നേരം സംസാരിച്ച് അതിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. ഗെയിമിനെ ഗെയിമായിട്ട് എടുക്കണമെന്നും ആ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഒരാളെ ഒരിക്കലും ഒറ്റപ്പെടുത്തരുതെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് അനീഷേട്ടൻ അനിമോളെടുത്ത് സംസാരിക്കുന്നുണ്ട്, നീ എന്താണൊന്നും മിണ്ടാതിരിക്കുന്നത്, ഇങ്ങനെ കിലുക്കാൻ പറ്റിയ കണക്ക് നടന്ന നീയല്ലേ, ഇപ്പം എന്താണെന്നും സംസാരിക്കാത്തത്. അപ്പോൾ അനിമോൾ പറയുന്നുണ്ട്, ഞാൻ എന്ത് സംസാരിച്ചാലും ഒരാളെ സഹായിക്കാൻ ചെന്നാൽ അവസാനം ഉപദ്രവമായിട്ടാണ് വരുന്നത്, അതുകൊണ്ട് ഇന്നൊരു ദിവസത്തേക്ക് ആരുടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. ശേഷം ഷാനവാസും അനിമോളും തമ്മിൽ സംസാരിക്കുന്നുണ്ട്. ഷാനവാസ് പറയുന്നുണ്ട്, ഞാൻ കുറേ നാളെ അതിലെടുത്ത് മിണ്ടിയിട്ട്, അതിന് കാരണം അനിമോൾ പറയുന്നുണ്ട്, എനിക്ക് നൂറെടുത്തും അതിലെടുത്തും പിണക്കമൊന്നുമില്ല, ഞാൻ അവരുടെ അടുത്തൊക്കെ മിണ്ടും എന്നും പറയുന്നുണ്ട്. പക്ഷേ ഷാനവാസ് പറയുന്നു, വേറൊന്നുമല്ല, നൂറെടുത്ത് എനിക്ക് പ്രശ്നമൊന്നുമില്ല, പക്ഷേ ആദിലെടുത്ത് എനിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, അനിമോളും നെവിനും തമ്മിലുള്ള പ്രശ്നത്തിൽ. രാത്രി ആയതുകൊണ്ട് ബിഗ് ബോസ് എല്ലാവരെയും ഒരുമിച്ച് ലിവിങ് റൂമിൽ വന്നിരിക്കാൻ പറഞ്ഞപ്പോൾ ലക്ഷ്മി കിടന്നുറങ്ങുകയായിരുന്നു. ഈ പ്രശ്നം നടന്ന് സോൾവ് ചെയ്യാനാണ് ബിഗ് ബോസ് എല്ലാവരെയും വിളിക്കുന്നത്. അപ്പോൾ ഉറങ്ങുന്ന ലക്ഷ്മി എന്തിനാണ് വിളിക്കുന്നതെന്ന് വെച്ച് ആദിലയോട് ഷാനവാസ് പറഞ്ഞ് വിളിക്കണ്ടാന്ന്. പക്ഷേ അതിന് തിരിച്ച് ആദില റെസ്പോണ്ട് ചെയ്തത് ഭയങ്കരമായിട്ട് റൈസ് ചെയ്ത് വെറുതെ വഴക്കുണ്ടാക്കാൻ വന്നു. അതെനിക്കിഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നുണ്ട് ഷാനവാസ്. അപ്പം അനുമോൾ പറഞ്ഞില്ല, അപ്പോഴത്തെ ദേഷ്യത്തിന് പറഞ്ഞതായിരിക്കും. അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട്, ഞാൻ എന്തിനാ അത് സഹിക്കുന്നത്, അനാവശ്യമായിട്ട് എന്തിനാണ് വെറുതെ വഴക്കുണ്ടാക്കാൻ വരുന്നത്, കാര്യം എന്താണെന്ന് അറിയാതെ ചുമ്മാ എൻ്റെ നേരെ എന്തിനാണ് വരുന്നത്, എപ്പോഴും ഉള്ളതാണ്,
ഇതിനൊക്കെ ശേഷം അനുമോൾ തിരിച്ച് ആദിലയും നൂറയും കിടന്നുറങ്ങുമ്പോൾ അവരുടെ അടുത്ത് പോയി കിടക്കുന്നുണ്ട്. എന്നിട്ട് അവളെ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. "നീ മിണ്ടത്തില്ലേ?" എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആദില ചോദിച്ചു, നിനക്ക് നിൻ്റെ പ്രശ്നമൊക്കെ മാറിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്.